സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു കണ്ടന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് രേണു സുധി. ഈ ഒരു വീഡിയോ നമ്മൾ ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കണ്ടന്റ് കൂടി അല്ലെങ്കിൽ മറ്റൊരു വിഷയം കൂടി ഇതാ സോഷ്യൽ മീഡിയയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കണ്ടന്റുകളും ഒരുപാട് വീഡിയോസും പല പല റിവ്യൂവേഴ്സും ഇട്ടതായിട്ട് കണ്ടു. നമ്മൾ ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. മറ്റൊന്നുമല്ല, ബിഗ് ബോസ് വരുന്നതുകൊണ്ട് അതിനെ ബന്ധപ്പെട്ടുള്ള വീഡിയോസിന്റെ ഷൂട്ടിലായിരുന്നു. നമ്മുടെ രേണു സുധി ബിഗ് ബോസിലും വരുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ആദ്യ മകൻ, അതായത് സുധിച്ചേട്ടൻ്റെ ഫസ്റ്റ് വൈഫിലുണ്ടായിട്ടുള്ള മകനായിട്ടുള്ള കിച്ചു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, രേണു സുധി താമസിക്കുന്ന വീട്ടിൽ, അതായത് ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ ഇളയ മകനും, അതായത് രേണുവിൻ്റെ മകനും രേണുവും താമസിക്കുന്ന വീട്ടിലേക്ക് കിച്ചു സർപ്രൈസ് ആയിട്ട് ഇവരെ കാണാനായിട്ട് പോയി. അപ്പോൾ രേണു വീട്ടിലുണ്ടായിരുന്നില്ല. രേണു വീട്ടിലില്ലാത്ത സമയത്താണ് കിച്ചു ചെന്നത്. അവരുടെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ മകൻ ഈ പറയുന്ന ഋത്തപ്പൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ ഋത്തപ്പൻ എന്താണ് ചേട്ടനെ കണ്ട സന്തോഷത്തിൽ വീട് മൊത്തം ചുറ്റിക്കാണിക്കുന്നതിൻ്റെ രീതിയിൽ എന്താണ് ഈ ഒരു രേണു സുധിയുടെ റൂമിലേക്ക് ചെന്നിട്ട് അച്ഛൻ്റെ കുറച്ച് ട്രോഫീസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഋത്തപ്പൻ എന്താണ് ഈ പറയുന്ന ട്രോഫീസ് ഈ പറയുന്ന കിച്ചു സുധിക്ക് കാണിച്ചു കൊടുത്തു. മറ്റൊന്നല്ല, കട്ടിലിൻ്റെ അടിയിൽ സുധിച്ചേട്ടന് കിട്ടിയിട്ടുള്ള സ്റ്റാർ മാജിക്കിലും അതുപോലെ തന്നെ അഭിനയത്തിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള പല പല ട്രോഫീസും രേണു ഒരു ചാക്കിലാക്കി കെട്ടിക്കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടേക്കുന്നു. അത്തരത്തിലൊരു എന്താണ് കാര്യമാണ് കിച്ചു ആ ഒരു വീട്ടിൽ കണ്ടത്. കിച്ചു ആ ഒരു വ്ളോഗിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓൺ ദ സ്പോട്ടിൽ ഈ ഒരു ഋത്തപ്പൻ എന്ന് പറയുന്നൊരു കൊച്ചു പയ്യൻ, വളരെ ഒരു കുഞ്ഞു പയ്യനാണ് അവൻ. അപ്പോൾ ഈ ഒരു കൊച്ച് എന്താണ് പെട്ടെന്ന് തന്നെ പറയാണ്, എൻ്റെ അമ്മയുടെ ട്രോഫി കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കിച്ചുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഹാളിൽ നല്ല രീതിയിൽ ടീപ്പോയിമ അടക്കി വെച്ചിരിക്കുന്ന രേണുവിൻ്റെ ട്രോഫിയും കൂടി കാണിച്ചു കൊടുത്തു. അതായത് ഈ പറയുന്ന സുധിച്ചേട്ടൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഇവരുടെയൊക്കെ ഈ ഒരു സ്ഥിതിക്ക് വേണ്ടി, ഇവരുടെയൊക്കെ ഒരു ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട സുധിച്ചേട്ടൻ സമ്പാദിച്ച ട്രോഫീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ന്യായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതാ ഒരു വീട്ടിൽ അത്രയും സേഫ് ആയിട്ടും അത്രയും ആളുകൾ വരുമ്പോൾ കാണുന്ന രീതിയിൽ വേണം അതൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട്. അതിന് പകരം ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഇടുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ കിച്ചു തൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു. രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ അപ്പം തന്നെ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്. ഈ ഒരു പരിപാടി, ഈ ഒരു കിച്ചു ഈ ഒരു വീഡിയോസ് ഇട്ടതിന് ശേഷം തീർച്ചയായിട്ടും രേണു ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമെന്ന്. അത്തരത്തിൽ തന്നെ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ രേണു സുധി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾ രേണുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് രേണുവിൻ്റെ ട്രോഫീസും കാര്യങ്ങളും ഈ പറയുന്ന ടീപ്പോയിൽ നല്ല രീതിയിൽ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ ട്രോഫിയും കാര്യങ്ങളും ഈ പറയുന്ന എന്താണ് കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ചാക്കി കെട്ടിയിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ രേണു അതിന് പറയുന്നൊരു കാരണമാണ്, ഇവിടെ എൻ്റെ മകൻ ഋത്തപ്പൻ ഇവൻ എന്താണ് എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഒളിച്ചു പാത്തു വെക്കാറുണ്ട്. അത്തരത്തിൽ നമുക്ക് എന്താണ് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അതുപോലെ ടീപ്പോയും ഇരിക്കുന്ന പല സാധനങ്ങളൊക്കെ ആയിട്ട് ഇവൻ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചീത്തയാക്കാറുണ്ട്. ചെറിയ പിള്ളേരല്ലേ, ചെറിയ പിള്ളേരുള്ള വീടുകളിൽ എല്ലാവർക്കും അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവൻ ഈ സുധിച്ചേട്ടൻ്റെ ഓർമ്മയായിട്ടിരിക്കുന്ന ആ ഒരു ട്രോഫീസും കാര്യങ്ങളൊക്കെ ചീത്തയാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയത് സേഫ് ആയിട്ട് ഒരു ചാക്കിൽ കെട്ടിയിട്ട് എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ തന്നെ സേഫ് ആയിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ പറയുന്ന ഋത്തപ്പൻ എന്ന് പറഞ്ഞ ഈ കൊച്ചു പയ്യൻ ഈ സുധിച്ചേട്ടന് കിട്ടിയ ട്രോഫീസ് മാത്രം നോക്കി ചീത്തയാക്കോ? ആ പയ്യൻ ആ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടാലറിയാം അവൻ അതിനുള്ള ഒരു പക്വത എന്ന് പറയാനാവില്ല, ഒരു ചെറിയൊരു കുട്ടിയാണ്. എന്നാലും അവനത് എൻ്റെ അച്ഛൻ്റെ ട്രോഫി കട്ടിലിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ചേട്ടാ, അതുപോലെ തന്നെ അമ്മയുടെ ട്രോഫി ടീപ്പോയിമ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പയ്യനത് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാം അവനത് ചീത്തയാക്കില്ല എന്ന്. അതുപോലെ തന്നെ ഋത്തപ്പൻ എന്താ ഈ പറയുന്ന അച്ഛൻ്റെ ട്രോഫി മാത്രമായിട്ട് എടുത്ത് ചീത്തയാക്കും, അമ്മയുടെ ട്രോഫിയിലൊന്നും തൊടൊന്നുമില്ലേ? ഇതൊക്കെ ഒരു ന്യായത്തിൻ്റെ രൂപത്തിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് കണ്ടന്റ് ആക്കിക്കൊണ്ട് പല വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്രയും വൃത്തിയില്ലാത്തൊരു സ്ഥലത്ത് ഈ സുധിച്ചേട്ടൻ ഇത്രയും നാൾ സമ്പാദിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായിട്ടുള്ള ഈ അവാർഡ്സും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ കട്ടിലിൻ്റെ അടിയിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അതിന് ന്യായം പറയുന്നത് ഈ കൊച്ചുകുട്ടി അത് ചീത്തയാക്കും, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ രേണു സുധിയുടെ ട്രോഫി എന്താണ് ഈ പറയുന്ന ടീപ്പോയിൽ ഇത്രയും നല്ല രീതിയിൽ അടക്കി ഒതുക്കി പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ രേണു പറയും, ഞാൻ ഷൂട്ടിന് പോയി വരുമ്പോൾ ട്രോഫീസ് ഉണ്ടാകും, അപ്പം നേരെ ഞാൻ ആ ബാഗ് അഴിച്ചിട്ട് ബാഗിനകത്ത് നിന്ന് ട്രോഫി എടുത്ത് ആ ഒരു ടീപ്പോയും വെച്ച് അല്ലെങ്കിൽ ആ ഒരു ടേബിളും വെച്ചിട്ട് പോവും. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഒരു അഭിനേതാവിന് ഇപ്പോൾ റീൽസ് ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം
ഫിലിം ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലായാലും അഭിനയിക്കുന്ന ഒരു അഭിനേതാവിന് ഒരു ട്രോഫിയോ അല്ലെങ്കിൽ ഒരു അവാർഡോ കിട്ടുന്നത് ഒരു ഇവന്റിലായിരിക്കും. ഇവന്റ് ഡേ ടു ഡേ ഇവന്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ രേണു സുധി പറയുന്നതൊക്കെ എത്രമാത്രം ന്യായം അതിലുണ്ടെന്ന് നമുക്കറിയില്ല. അത് പറയുന്ന കേട്ടാൽ തന്നെ അറിയാം, വെറും മുടന്ത് ന്യായങ്ങൾ. അത് മാത്രമാണ് ആ ഒരു നമുക്കതിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന മിക്ക കണ്ടന്റ് റിവ്യൂവേഴ്സും ഇതൊരു കണ്ടന്റ് ആക്കി എടുത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി, കാരണം കുറച്ച് ലേറ്റായി പോയി. ഇപ്പം തന്നെ ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. പല യൂട്യൂബേഴ്സും ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന ഒരു കാര്യം, കിച്ചു എന്ന് പറയുന്ന മൂത്ത മകന് ആ ഒരു വീട്ടിൽ യാതൊരു റോളും രേണു സുധി അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ യാതൊരു അവകാശങ്ങളും കിച്ചു സുധിക്ക് ആ ഒരു വീട്ടിലില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും സംസാരിക്കുന്നത്. അതിന് കാരണമായിട്ട് വരുന്നത്, ഈ പറയുന്ന കിച്ചുവിൻ്റെ വീഡിയോനെ പറ്റി രേണു സുധിയോട് ചോദിച്ച സമയത്ത് കിച്ചു എന്നോട് പറയാതെയാണ് വീട്ടിലേക്ക് വന്നത്. സ്വന്തം വീട്ടിൽ പറയാതെ വന്നതിന് എന്താ പ്രശ്നം? കിച്ചു പറയാതെയാണ് വന്നത്. അപ്പോൾ പറയാതെ വന്ന സമയത്ത് അവൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഋത്തപ്പൻ അത് കണ്ടപ്പോൾ ഇത്തരത്തിൽ അറിയാതെ ചെയ്തതാണ്. കൊച്ചുകുട്ടിയല്ലേ, അവർക്ക് എന്തറിയാം? അപ്പം നിങ്ങൾ എന്ത് വേണം? ഒരു പക്വതയുള്ള അല്ലെങ്കിൽ അവരുടെ അമ്മയായിട്ടുള്ള എൻ്റെ അടുത്ത് ചോദിക്കണം ഈ കാര്യങ്ങൾ എന്താണെന്ന്. അതിനുശേഷം വേണം ഈ പറയുന്ന സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട്. അത്തരത്തിലൊക്കെ രേണു പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ഒരു മുടന്ത് ന്യായങ്ങൾ മാത്രം എന്ന് തന്നെ പറയേണ്ടി വരും. എന്നൊക്കെയാണെങ്കിലും കിച്ചു സുധിയാണ് ഈ ഒരു വീഡിയോ പുറത്തു വിട്ടിരിക്കുന്നത്. കിച്ചു മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. കാരണം അറിയാതെ ഒന്നുമല്ല, കിച്ചു കൃത്യമായിട്ട് അച്ഛൻ്റെ ട്രോഫി ആ ഒരു കട്ടിലിൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്നതും അതുപോലെ തന്നെ രേണുവിന് കിട്ടിയിട്ടുള്ള ട്രോഫി നല്ല രീതിയിൽ തന്നെ ടേപ്പ് പോയുമ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ കിച്ചു വളരെ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഋത്തപ്പൻ എന്ന് പറയുന്ന അനിയനെ വിളിച്ചിട്ട് പോയിട്ട് കിച്ചു ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, എല്ലാം ആ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു തീരാത്തൊരു കണ്ടന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ വരുന്നു, ഒരു കൺഫേംഡ് കണ്ടസ്റ്റൻ്റ് ആണെന്നൊക്കെ നമ്മൾ പല വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന ബിഗ് ബോസിലൊക്കെ വന്ന് റിയൽ ക്യാരക്ടറൊക്കെ മനസ്സിലായിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷം. പക്ഷേ വന്ന വഴി മറക്കാതിരിക്കുന്നത് എപ്പോഴും ഉപകാരപ്പെടും. ഈ സുധിച്ചേട്ടൻ്റെ ഐഡന്റിറ്റിയിലാണ് ഈ പറയുന്ന രേണു സുധി ഇത്രയും ഫെയിം ആയത്. ഫെയിം തന്നെയാണ്, ഫെയിം അല്ലെന്ന് പറയുന്നില്ല. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണ്, ഒരുപാട് പേർക്ക് അറിയുന്ന വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കാണുന്ന ഫേസ് തന്നെയാണ് രേണു സുധിയുടേത്. അത്രയും ഫെമിലിയർ ആണ് പുള്ളിക്കാരത്തി. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനുണ്ട്, നമ്മുടെ സുധിച്ചേട്ടൻ. അദ്ദേഹത്തെ ഒരിക്കലും മറന്നുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അതൊക്കെ അവരുടെ ലൈഫാണ്. ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്തത് കൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടോ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടോ ഒന്നും യാതൊരു കാര്യങ്ങളും ഇല്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്യും. അതിൻ്റെ പുറകെ പിന്നെ അത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. ഈ രേണു മോശം കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മോശം എന്ന് തന്നെ പറയും. അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കേസിൽ പറയാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കിച്ചുവിൻ്റെ യൂട്യൂബിൽ കണ്ടു കാണുമെന്ന് തോന്നുന്നു. കാരണം ഏകദേശം 10 ലക്ഷത്തോളം വ്യൂവേഴ്സ് ആ ഒരു വീഡിയോനായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരാണെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം. കാണാത്തവരൊന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്